സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറയുന്ന ദിവസമാണിന്ന്. മെയ് 1 തൊഴിലാളി ദിനം. ആ ദിവസം ഒരു തൊഴിലാളി ഒരു ഭാഗത്തും മറുഭാഗത്ത് മേയറും നിൽക്കുന്ന കേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSRTC ഡ്രൈവർ LH യദുവിനെതിരെ നേരത്തെ ഉണ്ട് കുറെ പരാതികൾ എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. ആ കേസുകൾ ഏതൊക്കെയാണ്? ഏതാനും ദിവസമായ വാർത്തകളിൽ പതിവായി കാണുന്നതാണ് നമ്മൾ യദുവിന്റെ മുൻ കേസുകളെ പറ്റിയുള്ള പരാമർശം. ഡ്രൈവർക്കെതിരെ 3 കേസുകൾ ഉണ്ട് എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണത്തിന് യദു പറയുന്ന മറുപടി ആ കേസുകളൊക്കെ തള്ളിയതാണെന്നാണ്. ആ കേസുകൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് പറഞ്ഞു പോകാം. നെല്ലും പതിരും തിരിയട്ടനെ. അപ്പോൾ ആദ്യത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ KSRTCയിൽ താൽക്കാലിക ഡ്രൈവറായ യദുവിനെതിരെ നേരത്തെയുള്ള കേസുകളിൽ ഒന്നാമത്തേത് 2017 മാർച്ചിലാണ്. മാർച്ചിൽ സ്ത്രീത്വത്തിനെ അപമാനിച്ചു എന്നുള്ള കേസാണ് വരുന്നത്. നിയമം ആദിത്യപുരം റോഡിൽ വെച്ച് യുവതിയെ തടഞ്ഞു നിർത്തി തന്റെ വസ്ത്രം ഊരിക്കാണിച്ച് അശ്ലീല വർത്തമാനം പറഞ്ഞതിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസ് പിന്നീട് കോടതിയിൽ ഒത്തുതീർപ്പിലെത്തി. ഇതാണ് മേയർ റെഫർ ചെയ്യുന്ന കേസ് നമ്പർ 1. ഇനി കേസ് നമ്പർ 2. കേസ് നമ്പർ 2 2017 നവംബറിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പേരൂർക്കട ഭാഗത്ത് നിന്ന് കുടപ്പനക്കുന്ന ഭാഗത്തേക്ക് KSRTC ബസ് അപകടകരമായി ഓടിച്ചതിനാണ് നേമം വെള്ളായണി സ്വദേശിയായ യദുവിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതാണ് മേയർ പറയുന്ന റെഫർ ചെയ്യുന്ന കേസ് നമ്പർ 2. ഇനി കേസ് നമ്പർ 3. പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു യദു. അന്ന് കിഴക്കേക്കോട്ട നിന്ന് തമ്പാനൂർ ഭാഗത്തേക്ക് ബസ് ഓടിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിൽ ഇടിച്ചു. ഇതാണ് മൂന്നാമത്തെ കേസ്. ഈ സംഭവത്തിൽ പരാതി നൽകിയ യുവതിക്ക് ബസ്സിലെ സീറ്റിൽ നിന്നും തെറിച്ച് മുന്നിലെ കമ്പിയിൽ ചെന്നിടിച്ച് കൈക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നാലാമത്തെ കേസിലേക്ക്. നാലാമത്തെ കേസാണ് മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ്സിന് മുന്നിൽ കാർ നിർത്തി ഡ്രൈവറോട് തർക്കിച്ച സംഭവം. അത് ചൂടുപിടിച്ച ചർച്ചയും രാഷ്ട്രീയ വിവാദവുമാണ്. സംഭവത്തിൽ മേയറെയും ഡ്രൈവറെയും പിന്തുണയ്ക്കുന്നവരുണ്ട്. മേയർ നൽകിയ പരാതിയിൽ ഇപ്പോൾ കാന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ ഇതുവരെ മേയർക്കെതിരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ സ്ത്രീയെ അപമാനിച്ചതിന് ഒരു കേസും അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് 2 കേസുകളും യദുവിനെതിരെ ഉണ്ടായിരുന്നു. സ്ത്രീയെ അപമാനിച്ചെന്ന പരാതി ഒത്തുതീർപ്പാക്കി. അലക്ഷ്യമായി വാഹനം ഓടിച്ച കേസുകൾ പിഴയിൽ ഒതുങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് മേയർ പറഞ്ഞ കേസുകളുടെ വിശദാംശങ്ങൾ. ഇടത് സംഘടനകൾ ഉൾപ്പെടെ തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ മേയറുമായി തർക്കത്തിലേർപ്പെട്ട KSRTC ബസ് ഡ്രൈവറെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഇന്നലെ പ്രമേയം പാസാക്കിയത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. തലസ്ഥാന നഗരത്തിൽ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് ശനിയാഴ്ച മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടുന്ന സംഘം കാറ് കുറുകെ നിർത്തി തടഞ്ഞ ബസ്സിലെ ഡ്രൈവർ യദുവിനെതിരെയാണ് LDF ഒന്നടങ്കം പ്രമേയം പാസാക്കിയത്. ബാക്കി ഞാൻ പ്രേക്ഷകർക്ക് വിടുകയാണ്.